ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഇത് ആക്ച്വലി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമ്മുടെ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് എക്സ്പ്രഷൻസ് എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് 10 മാർക്സ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, മേ ബി 4 മാർക്സിന് വല്ലതും ചോദിച്ചാലേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം പഠിച്ച ഓപ്പറേറ്റേഴ്സ്, ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഓരോ ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എഴുതും. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സിൻറ്റാക്സ് ബേസ് ചെയ്ത് തന്നെ ഇങ്ങനെ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതും ഓപ്പറേറ്റേഴ്സൊക്കെ ഉപയോഗിച്ച്. ആ ഇക്വേഷൻസിനെയാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ അകത്ത് നമ്മൾ ഓപ്പറേറ്റേഴ്സ് മാത്രമായിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്. ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ ഓപ്പറൻസ് എന്നറിയപ്പെടുന്ന ആ സംഭവങ്ങൾ യൂസ് ചെയ്യുക. അത് ഓപ്പറേറ്റേഴ്സ് മാത്രമായിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ഒക്കത്തില്ലല്ലോ. ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ ഓപ്പറൻസും കൂടെ കാണും. ഓപ്പറൻസ് എന്ന് പറയുമ്പോൾ മേ ബി കോൺസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേരിയബിൾസ് ആയിരിക്കാം. ഈ വേരിയബിൾസും അല്ലെങ്കിൽ കോൺസ്റ്റൻസും പിന്നെ ഓപ്പറേറ്റേഴ്സും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അതിനൊരു 5-6 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നിനും 2-3 എക്സാമ്പിൾസ് വെച്ച് അത് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന കാറ്റഗറി. ഈ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ കോൺസ്റ്റൻസ് മാത്രമേ ഇൻക്ലൂഡ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മേ ബി ഓപ്പറേറ്റേഴ്സും കൂടെ കാണും. ഇവിടെ ഇപ്പം a = 5 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൽ 5 ആണ് ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 7.5ഉം 5ഉം ഒക്കെയാണ് കോൺസ്റ്റൻറ്റ്. ഇത് ഓപ്പറേറ്റർ. അങ്ങനെ ഓപ്പറേറ്ററും പിന്നെ എന്തെങ്കിലും കോൺസ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ചുള്ള സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഈ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ എക്സ്പ്രഷൻസിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും വേരിയബിൾ യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ആയിട്ട് തന്നെ ഇൻറ്റീജർ നമ്പേഴ്സ് ആണോ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനത്തെ എക്സ്പ്രഷൻസിനെ ഇൻറ്റീജർ എക്സ്പ്രഷൻസ് എന്ന് പറയും. അപ്പോൾ ഇൻറ്റീജർ എക്സ്പ്രഷൻസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് മാത്രമായിരിക്കും. ഇവിടെ നമ്മൾ ഈ 7.5 എന്നുള്ള ഉപയോഗിച്ചു, അതൊരു ഇൻറ്റീജർ അല്ല, അതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആണ്, ഒരു ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂ ആണ്. അങ്ങനത്തെ അല്ലാതെ ഇൻറ്റീജേഴ്സ് മാത്രം ഉപയോഗിച്ച് നമ്മൾ ഒരു എക്സ്പ്രഷൻ എഴുതിയാൽ അതിനെ ഇൻറ്റീജർ എക്സ്പ്രഷൻസ് എന്ന് പറയും. ഈ ഇൻറ്റീജർ എക്സ്പ്രഷൻസിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റീജർ വേരിയബിൾസ് യൂസ് ചെയ്യാം. ഇവിടെ സം എന്നും ഇവിടെ ആവറേജ് എന്നും ഇവിടെ എക്സ് എന്നും വൈ എന്നും ഒക്കെ മെൻഷൻ ചെയ്യുന്ന വേരിയബിൾസ് നമ്മൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസും ആ ഇൻറ്റീജർ കോൺസ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ചുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനെയാണ് ഇൻറ്റീജർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഈ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള കോൺസ്റ്റൻസും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസും ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ റിയൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. ഇവിടെ num1 num2ഉം ഇവിടെ a എന്ന് പറയുന്ന വേരിയബിൾസ് എല്ലാം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഉപയോഗിക്കുന്ന കോൺസ്റ്റൻസ് എല്ലാം എന്ന് വേണമെന്നില്ല, ഉപയോഗിക്കുന്ന കോൺസ്റ്റൻസ് മേ ബി അത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അതായത് ഡെസിമൽ വാല്യൂസ് ഉള്ള കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ എക്സ്പ്രഷൻസിനെ റിയൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. അതായത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസും കൂടെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള കോൺസ്റ്റൻസും കൂടെ യൂസ് ചെയ്താണ് നമ്മൾ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന് റിയൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. ഇതല്ല, നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ എക്സ്പ്രഷൻസ് ഫോം ചെയ്യുന്നത് എങ്കിൽ അതിന് റിലേഷണൽ എക്സ്പ്രഷൻസ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇവിടെ ഇപ്പം വാല്യൂ 1 ലെസ് ദാൻ വാല്യൂ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെസ് ദാൻ എന്ന് പറയുന്നത് ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. ഇവിടെയും ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുണ്ട്, അതും റിലേഷണൽ ഓപ്പറേറ്ററാണ്. ഇതെന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, ഒരു വേരിയബിളാണ്, അതൊരു ഇൻറ്റീജർ വേരിയബിൾ ആയിരിക്കും. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ കിട്ടുന്ന റിമൈൻഡർ ഈക്വൽ ടു 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു റിലേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള എക്സ്പ്രഷൻസിനെ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അതായത് ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് വേണമെങ്കിലും പറയാം. ബൂളിയൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡാറ്റ ടൈപ്പാണ്. അതിൽ 2 വാല്യൂസേ ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അതായത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0, ട്രൂ ആണെങ്കിൽ 1 എന്നും ഫാൾസ് ആണെങ്കിൽ 0 എന്നും. അപ്പോൾ ഈ 2 ഡാറ്റ മാത്രമേ ഇതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഡാറ്റ ടൈപ്പിനാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻസിൻ്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ എക്സ്പ്രഷൻസിൻ്റെ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും. അത് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്.
ഇതുപോലെ തന്നെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ് ഈ ലോജിക്കൽ എക്സ്പ്രഷൻസ്. ഇവിടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നത് എങ്കിൽ അതിനെ ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. ഇവിടെ ആൻഡ് എന്ന ഓപ്പറേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ലോജിക്കൽ ആൻഡ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ലോജിക്കൽ ഓർ എന്ന ഓപ്പറേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മതി ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആവും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു കണ്ടീഷനാണ്, ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ഓ ഫാൾസോ ആവാം. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിരിക്കും. കാരണം ഇവിടെ ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന എക്സ്പ്രഷൻസിനെ നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. ഇതും ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് തന്നെയാണ് ഈ ലോജിക്കൽ എക്സ്പ്രഷൻസും വരുന്നത്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അതിൻ്റെ കൂടെ ഈ പോയിൻ്റർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്. അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല, കാരണം നമ്മൾ പോയിൻ്റേഴ്സ് പഠിച്ചിട്ടില്ല. പോയിൻ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് തേർഡ് മോഡ്യൂളിലേ വരുന്നുള്ളൂ. അപ്പോൾ തേർഡ് മോഡ്യൂൾ പഠിക്കുമ്പോൾ അത് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് നമ്മൾ കാണും. അതായത് പോയിൻ്റർ ഉപയോഗിച്ച് ഒരു എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ അത് പോയിൻ്റർ എക്സ്പ്രഷൻസ് എന്ന് പറയും, അത്രയേ ഉള്ളൂ. അത് നമുക്ക് കൂടുതൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പോയിൻ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇത് മേ ബി 3 or 4 മാർക്സിനെ ചോദിക്കാറുള്ളൂ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.